രാവിലെയോ വൈകിട്ടോ എപ്പോ വേണമെങ്കിലും ഒരു കറി പോലും ആവശ്യമില്ലാതെ സിമ്പിളായിട്ട് എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു പറാത്തയുടെ റെസിപ്പി ആട്ടോ ഇന്നത്തേത്. ഇതുപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും കൂടിയാണ്. അപ്പൊ അതിനായിട്ട് വേണ്ടത് വേവിച്ച 2 ഉരുളക്കിഴങ്ങാട്ടോ. ഇതേപോലെ ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് മൈദയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് പകരം ഗോതമ്പ് പൊടി എടുത്താലും മതി. നല്ല ടേസ്റ്റിന് വേണ്ടി 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും, ആവശ്യത്തിന് ഉപ്പും മല്ലിയില പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. വെള്ളം ഒരു 2ഓ 3ഓ ടേബിൾ സ്പൂൺ മാത്രം മതി ട്ടോ. ഒരുപാടൊന്നും വേണ്ട. മൈദ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് റെഡിയായി വന്നോളും. സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന രീതിയിൽ ഇതേപോലെ റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്ത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്ന രീതിയിൽ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കാനായിട്ട് കുട്ടി കുട്ടി ബോൾസ് പോലെ എടുത്ത് മൈദയുടെ മിക്സിൽ ഒന്നങ്ങ് മുക്കി ഇതേപോലെ ചപ്പാത്തിക്ക് പരത്ത പോലെ പരത്തിയെടുക്കാം. അതിനുശേഷം നല്ല ചൂടായ പാനിലേക്ക് ചേർത്ത് റെഡിയാക്കി എടുത്താൽ മാത്രം മതി. നല്ല സിമ്പിൾ ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ്. കുട്ടീസിന്റെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനും അടിപൊളിയാട്ടോ. കുറച്ച് ഓയിൽ 2 ഭാഗത്തും പറ്റി കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ബട്ടറോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ പറ്റി കൊടുക്കാം. നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല ചൂട് ചായയുടെയും സോസിന്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആണ്. മിസ് ചെയ്യാതെ ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കാട്ടോ.